ചെയ്യുമ്പോൾ ഈ ഗോഡൗണിലേക്ക് പോവുകയോ ഈ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അവരെ കസ്റ്റഡിയിലെടുക്കും. അപ്പോൾ ഞങ്ങൾ BJP വളരെ 100% അടിവരയിട്ട് പറയുന്നു, അപ്രകാരം അവർ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം കൊടുക്കുകയോ അതിലുമായി ബന്ധപ്പെട്ടുവെന്ന് പോലീസിന് തെളിയിക്കാനോ സാധിച്ചാൽ അവർക്കെതിരെ എന്ത് നടപടിയെടുക്കാനും ഞങ്ങൾ 100% അതിന് പിന്തുണ കൊടുക്കും. ഈ കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ലെങ്കിൽ അവരെ ഞങ്ങൾക്ക് പുറത്തേക്ക് വിട്ടുതരും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 3 പാർട്ടിയുടെയും പ്രതിനിധികൾ അത് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ആ കാര്യത്തിൽ യാതൊരു തരത്തിലും തർക്കവുമില്ല. CCTV ഇപ്പോൾ പരിശോധിക്കും. അപ്പോൾ 3 പാർട്ടിയുടെയും ഓരോ പ്രതിനിധികൾ അടങ്ങുന്ന സംഘത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് CCTV പരിശോധിക്കും. അപ്രകാരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടാൽ മാത്രം നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പരിശോധിക്കും. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, അവിടെ ഒരു സംഘർഷ സാഹചര്യമാണ്. ഇതിപ്പം എത്ര വലിയ ഗോഡൌൺ ആണ് ഇത്? ഈ അറസ്റ്റിലായിരിക്കുന്ന ഈ ഗോഡൌൺ ഉടമ പ്രവീൺ BJPയുമായി എന്തെങ്കിലും ബന്ധമുള്ള വ്യക്തിയാണോ? 2000-ഓളം കിറ്റുണ്ടെന്നറിയുന്നു. ഇത് ആർക്കെങ്കിലും വിതരണം ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അതായത് ഈ ഗോഡൌൺ ഉടമയെ ഇപ്പോൾ പ്രവീണിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചൊന്നും തന്നെ കൃത്യമായൊരു പരസ്യമായൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. മാത്രമല്ല ഇദ്ദേഹം എല്ലാവർക്കും ഇത്തരത്തിൽ സമാനമായ രീതിക്ക് ഇവിടെ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ വിപണനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് പ്രത്യേകിച്ച് ഒരു പാർട്ടിക്കാർക്കോ എന്നുള്ളതൊന്നും തന്നെയില്ല. ഇപ്പോൾ ഇവിടുത്തെ സംഘർഷാവസ്ഥ അയവ് വന്നിട്ടുണ്ട്. BJP പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ നിന്നും മാറിപ്പോവുകയാണ്. മാത്രമല്ല CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി പരിശോധിക്കും. അതായത് ഈ പോലീസുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഇപ്പോൾ 3 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അവിടേക്ക് വിളിച്ചിരുന്നു. അവർ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ ഗോഡൌണിലുള്ള ഈ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ നിലവിൽ പോലീസ് ഒരു വാഹനത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഗോഡൌൺ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യുന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ദേവനും അതുപോലെ തന്നെ ഇവിടെ എത്തിയ പ്രാദേശിക BJP നേതാവ് ബഗീഷും ഏതെങ്കിലും തരത്തിൽ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ CCTV പരിശോധിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അതിൽ ഒരു ആക്ഷേപം ശരിയാണെന്ന തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികൾ നേരിടാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് BJP പ്രവർത്തകർ നേതാക്കളും നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കിറ്റുകൾ സംബന്ധിച്ച ആക്ഷേപം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ വലിയ തോതിൽ 2 വിഭാഗം പ്രവർത്തകരെയും തടിച്ചുകൂടി നിന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെയൊക്കെ തന്നെ പിരിച്ചുവിടാനായുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. BJP നേതാക്കളും അത്തരത്തിൽ തങ്ങളുടെ പ്രവർത്തകരെല്ലാവരും തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന ഒരു ആവശ്യം പ്രവർത്തകരോട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അതിന്റെ ഭാഗമായി BJPയുടെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളൊക്കെ തന്നെ ചെയ്യുക. പരിശോധനകൾ എന്ന് പറയുമ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. മാത്രമല്ല ഇവിടെയുള്ള ഈ ഏതെങ്കിലും തരത്തിൽ ഈ നേതാക്കളൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടോ, കിറ്റുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇനിയിപ്പോൾ പരിശോധിക്കാനുള്ളത്. ആ പരിശോധനകൾക്ക് ശേഷം ഇവിടെ നിന്നും തുടർ നടപടികൾ സ്വീകരിക്കും. ഏതെങ്കിലും തരത്തിൽ അത് ശരിയാണെന്ന് തെളിയുകയാണെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കും. BJPയുടെ നേതാവാണ് നടൻ ദേവൻ. എപ്പോഴാണ് ഈ ഗോഡൌണിലേക്ക് എത്തിയത്? എന്തിനാണ് എത്തിയത്? അതായത് ഇന്ന് മണലൂരിൽ ഇത്തരത്തിൽ ഈ BJPയുടെ നിരവധിയായ ഈ പ്രവർത്തകരുമായുള്ള റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. BJPയുടെ ഈ മണലൂരിലെ BJPയുടെ സ്ഥാനാർത്ഥിയായ അനീഷ് കുമാറിന് വേണ്ടി റോഡ് ഷോയിൽ ഈ ദേവൻ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല രാവിലെ മുതൽ ദേവന് മണ്ഡലത്തിൽ ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പ്രവർത്തികളും ഉണ്ട്. അതിന്റെ ഭാഗമായാണ് ഇവിടെ എത്തിയത് എന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്.